മാങ്ങാച്ചാർ ഇടാൻ പോവുക. അതിന് മാങ്ങ കഷ്ണമാക്കി കഴുകി ഉണങ്ങി ഉപ്പിട്ട് വെച്ചത്. ഉപ്പിട്ട് ഉണക്കിന്ന് വെച്ചാൽ വെയിലത്ത് വെച്ചോ? വെയിലത്ത് വെച്ച് ഉണക്കി. ഒത്തിരി നേരം വെക്കുമോ വെയിലത്ത്? അതോ ഇന്നലെ ഒരു ദിവസം വെച്ചു, മൊത്തം വെച്ചു. അത് വെള്ളം തോരുന്ന വരെ ഉണക്കണോ അല്ലേ? ഉണങ്ങാന്ന് പറഞ്ഞാൽ വെള്ളം തോരുന്ന വരെ ഉണങ്ങാനുള്ള. അല്ല, പൊതുവെ മാങ്ങയുടെ ഒക്കെ ഉണങ്ങണ്ട, അതാ ചോദിച്ചത്. വെള്ളം വലിഞ്ഞാണ്. അതിനുശേഷം കൊണ്ട് പാനിന്റെ കീഴിലോ എങ്ങനെ വേണമെങ്കിലും പാനിന്റെ കീഴിൽ വെക്കണമെന്നില്ല, വെള്ളം വലിഞ്ഞതാണ്. പിന്നെ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. മഞ്ഞപ്പൊടിയും ചേർക്കും അല്ലേ? ഉപ്പും ചേർത്ത്. ഇതിനായിട്ട് നമുക്ക് കടുകെണ്ണയാണ് വേണ്ടത്. അത് സ്വല്പം എടുത്ത് ചൂടാക്കണം. ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കടുകെണ്ണ ഒഴിക്കുകയാണ്. കടുകെണ്ണയാണോ ഇതിന് നല്ലത്? ഇത് കടുകെണ്ണ നല്ലതാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കടുകെണ്ണയാണ്. അത് നല്ലപോലെ തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ചൂട് വേണം, മൊത്തത്തിലൊന്ന് ചൂടാവണം. അത് എണ്ണ ചൂടാകുമ്പോഴത്തേന് ഞാനിവിടെ കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ അവിടെ ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പെരുംജീരകം, കായം, ഇത്രയും സാധനമുണ്ട്. പിന്നെ മുളക് പൊടി, ഇത് നാടൻ മുളക് പൊടി പൊടിച്ച് കവറിലാക്കിയത് കടകളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത്രയും സാധനം ഇതിനകത്ത് നമുക്ക് ചേർക്കണം. കടുക് നമ്മുടെ ഈ ഒരു പിടി കടുക്, മാങ്ങയുടെ അനുസരിച്ചാണ് നമ്മൾ കടുക് കൂടുതൽ ചേർത്താൽ നല്ലതാണ്. കടുക്, വെളുത്തുള്ളി വഴറ്റിയാലും കൊള്ളാം, വഴറ്റിയില്ലാലും കൊള്ളാം. വെളുത്തുള്ളി, ഇഞ്ചി പച്ചക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല. കടുകെണ്ണ അഴുക്കാകത്തില്ല. ജീരകം പൊടിച്ചത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചത്, ചെറിയ ജീരകം ഒരു 3-4 സ്പൂണ്. അതുപോലെ തന്നെ ഉലുവ പൊടിച്ചത്, അതും വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചതാണ്. അത് കുറച്ചിടുക. ഇന്ന് കൂടിയാലൊന്നും കുഴപ്പമില്ല. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിന് ഇതൊക്കെ വേണം. പെരുംജീരകം കുറച്ച് അത്രയും മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. മുളക് പൊടി അത് നമ്മൾക്ക് കളറിനനുസരിച്ച് മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ പച്ചമുളകൊക്കെ ഇടണമെങ്കിൽ ഇടാം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം പെട്ടെന്ന് തീരുമല്ലോ. അത് പച്ചമുളക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇടാം, പച്ചമുളക് അച്ചാറിടാം. കായപ്പൊടി അല്ലേ? ഇത്രയും ചേർത്ത് ഇളക്കണം. ആ എണ്ണ ഓഫ് ചെയ്ത്, എണ്ണ ചൂടായിട്ടുണ്ട്, എണ്ണ ഓഫ് ചെയ്ത്. ഇളക്കി കൂട്ടി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കണം അല്ലേ? നല്ലപോലെ ഇളക്കി ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കണം. ഉപ്പൊക്കെ നമ്മൾ പരുവത്തിന് ഇട്ടത് കൊണ്ടാണ് പിന്നെ നമ്മൾ ചേർക്കാത്തത്. തണുത്തല്ലേ? വെള്ളം തണുപ്പായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക. നമ്മൾ ഇളക്കി കൂട്ടി യോജിപ്പിക്കുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലതാണ്. 2-3 ദിവസം കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങും. നല്ല സത്യം പറഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും ഇരിക്കണം, എന്നാലും അതിൻ്റെ 3 ദിവസം കഴിയുമ്പോൾ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങും. എന്നാലും കുറച്ച് ദിവസം ഇരുന്നിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാംഗോ അച്ചാർ. പക്ഷേ ഭയങ്കര സിമ്പിളല്ലേ? സിമ്പിളാണ്, വെട്ടിപ്പറക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അച്ചാറിനേക്കാൾ എളുപ്പമാണ്. വൈകിട്ടാനും ഒന്നും നിൽക്കണ്ട. എണ്ണ മാത്രം ചൂടാക്കി അത് ചപ്പാത്തിയോ കഴിക്കാൻ സൂപ്പർ നല്ലതാണ്. ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മുടെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം.